ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മി കിച്ചണിലോട്ടായി എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബ്രെഡും മുട്ടയും വെച്ചിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 6 പീസ് ബ്രെഡും 4 മുട്ടയുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ മിക്സിയുടെ ജാറ് എടുത്തിട്ടുണ്ട്. വലിയ ജാറ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ബ്രെഡ് ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. 6 പീസ് ബ്രെഡും ഞാൻ ഒരുമിച്ച് തന്നെയാണ് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇത് രണ്ടായിട്ട് അരച്ചെടുത്താൽ മതിയെങ്കിൽ അങ്ങനെയും ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതേപോലെ 6 പീസ് ബ്രെഡും ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ചേരുവകൾ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഇതിലേക്ക് ഞാൻ 2 വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാവുന്നതുമാണ്. അപ്പം ഇതിലേക്ക് എടുക്കുന്നത് സവാളയാണ്. ഇതിലേക്ക് ഞാൻ ഒരു മീഡിയം വലിപ്പമുള്ള ഒരു സവാള എടുത്തിട്ടുണ്ട്. 6 ബ്രെഡ് എടുത്തുകൊണ്ടാണ് അത്യാവശ്യം മീഡിയം വലിപ്പമുള്ള ഒരു സവാള എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. ഇപ്പോൾ ഇത് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. അതുപോലെ തന്നെ ഇത് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റിയ ഒരു സ്നാക്ക് കൂടിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തന്ന് സഹായിക്കാൻ ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ അതേ സവാള ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് പെരുംജീരകത്തിൻ്റെ പൊടികളൊന്നും കൂടി പോകണ്ട കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചിക്കൻ മസാലയാണ് ചേർക്കുന്നത്. ഇത് ഒരു 1.5 ടീസ്പൂൺ ചിക്കൻ മസാല ചേർക്കുന്നുണ്ട്. ചിക്കൻ മസാലയാണ് കൂടുതൽ ചേർക്കുന്നത്. 1.5 ടീസ്പൂൺ ചിക്കൻ മസാല. ചിക്കൻ മസാല കയ്യിലില്ലെങ്കിൽ ഇതിന് പകരം മീറ്റ് മസാല ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഇനി ഇതെങ്ങനെ ഒരു പിടിയോളം വരുന്ന മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് കറക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. കണ്ടോ, ഇതിങ്ങനെ എടുക്കുന്ന സമയത്ത് കയ്യിൽ ഒട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടോ. പിന്നെ കോഴിമുട്ട ചേർക്കുന്ന സമയത്ത് ചെറുതായിട്ട് കയ്യിലൊന്ന് ഒട്ടിപ്പിടിക്കും, അത് കുഴപ്പമില്ല. അപ്പം നിങ്ങൾക്ക് കോഴിമുട്ട വേണ്ടാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് കറക്കിയെടുത്താലും മതിയാകും കേട്ടോ. കോഴിമുട്ട വേണ്ടാന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാവുന്നതുമാണ്. ഞാൻ കോഴിമുട്ട ചേർത്തിട്ടാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ആ മുട്ടയുടെ ഒരു ടേസ്റ്റും കൂടി ഉണ്ടാവും. ഫ്രൈ ചെയ്തൊക്കെ കഴിക്കുമ്പോൾ കുറച്ച് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ടാണ് ഒരു മുട്ട കൂടി ചേർത്തത്. നിങ്ങൾക്ക് മുട്ട ഇതിലേക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ ഇതേപോലെ ഒരു ബൗളിലേക്ക് നമ്മളിപ്പോൾ അരച്ചെടുത്തിട്ടുള്ള ബ്രെഡും പച്ചമുളകും മല്ലിയിലെയും പൊടികളും ഒക്കെ ചേർത്ത് ഉള്ളിയൊക്കെ ചേർത്ത് അരച്ച മിക്സിനെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി കയ്യിലൊരല്പം ഓയിലൊന്നാക്കി കൊടുക്കുക. കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് കേട്ടോ ഓയിലാക്കിയത്. മുട്ട ചേർത്തത് കൊണ്ട് നമുക്ക് കയ്യിൽ ഒട്ടിപ്പിടിക്കും, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. അപ്പോൾ കയ്യിലൊന്ന് കുറച്ച് ഓയിലൊന്നാക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പുഴുങ്ങിയ മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. 3 മുട്ട 4 മുട്ട നമ്മളെടുത്തതിൽ ഒരു മുട്ട നമ്മൾ ബ്രെഡിലേക്ക് ചേർത്ത് കൊടുത്തു. 3 മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഒരു മുട്ടയെ 4 പീസായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അതിൽ ഒരു പീസ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ചീസ് വയ്ക്കാൻ ഇഷ്ടമാണെങ്കിൽ ഈ മുട്ടയുടെ ഒപ്പം ചീസും വയ്ക്കാം, അല്ലെങ്കിൽ മുട്ടയ്ക്ക് പകരം ചീസ് വയ്ക്കാം. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. നമ്മുടെ വീട്ടിൽ കാണുന്ന സാധാരണ ചേരുവയാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ അതായത് നമ്മൾ ഉന്നക്കായൊക്കെ കയ്യിലിട്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കില്ലേ, അതേപോലെ നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാം. ഇത് ഞാനൊന്ന് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മുട്ടയിലൊന്ന് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ മുട്ടയിലൊന്നും മുക്കുന്നില്ല. ഈ ബ്രെഡ് ക്രംസിലേക്ക് നേരെ ഡയറക്റ്റ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബ്രെഡ് മുട്ടയൊക്കെ കൊണ്ട് വളരെ സിമ്പിളായിട്ടും വെറൈറ്റി ആയിട്ടും ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ റെഡിയാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ, ഒരു പ്രാവശ്യങ്ങളും റെഡിയാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഭിപ്രായം അറിയിക്കാൻ മറക്കുക. ഇതിങ്ങനെ റെഡിയാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും റെഡിയാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇതേപോലെ നമുക്ക് മുഴുവനും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി വരുമ്പോൾ
കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഒരുപാട് ഓയിലൊന്നും വേണ്ട കേട്ടോ. ഇത് ഓയിൽ കുടിക്കുക അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഓയിൽ കുടിക്കുകയൊന്നുമില്ല കേട്ടോ. ഇനി എണ്ണ ഒന്ന് ചൂടായി, ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് മീഡിയത്തേക്ക് ആക്കുക കേട്ടോ. ഹൈയിലും ലോയിലും വെച്ച് ചെയ്യേണ്ട, ഒരു മീഡിയത്തിൽ വെച്ചിട്ട് ചെയ്താൽ മതി. പിന്നെ എണ്ണയുടെ ചൂടൊന്ന് കൂടുതലാണെങ്കിൽ ഒന്ന് കുറച്ചിട്ട് പിന്നെ ഒന്ന് മീഡിയത്തിലാക്കി എണ്ണയുടെ ചൂടൊന്ന് ക്രമീകരിച്ച് റെഡിയാക്കി എടുത്താൽ മതി കേട്ടോ. വേറെ 2 ആദ്യം ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് ആദ്യം സ്നാക്ക് ഇട്ടിട്ട് അപ്പം തന്നെ ഇളക്കി കൊടുക്കരുത്. 1 മിനിറ്റ് ഒക്കെ ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്കിതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇട്ട ഉടനെ നമ്മൾ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ മുട്ടയിലൊന്നും കോട്ട് ചെയ്യാത്തതല്ലേ, അപ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ 1 മിനിറ്റൊക്കെ ഒന്ന് വെച്ചിട്ട് പിന്നെ നമ്മളൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിച്ച് മറിച്ചിട്ടിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. മുഴുവനും ഇവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുട്ടയിലൊന്ന് കോട്ട് ചെയ്യാം. ഒരു മുട്ട എടുത്ത് ബീറ്റ് ചെയ്തിട്ട് അല്പം ഉപ്പും കുരുമുളകൊക്കെ ചേർത്തൊന്ന് ബീറ്റ് ചെയ്തിട്ട് അതിലേക്കൊന്ന് മുക്കിയിട്ട് പിന്നെ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുത്താലും മതി, അല്ലെങ്കിൽ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്താലും മതി. സ്റ്റോർ ചെയ്ത് കൂടി വെക്കാവുന്ന സ്നാക്കാണ് കേട്ടോ. പുറം ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചൂട് ചായക്കൊപ്പൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം അറിയിക്കുക, ലൈക്കും ചെയ്യുക കേട്ടോ. ബിസ്മി കിച്ചൺ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നതിൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് എത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.